ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം മാറായെ മധുരമാക്കി തീർത്ത ദൈവം. അതായത് കയ്പായ അനുഭവത്തെ സീയാക്കി മാർപ്പെടുത്തിയ ദൈവം. പുറപ്പാട് 15-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യം. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിലെത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവന് യഹോവയോടെ അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? 3 ദിവസം വരെ ചുറ്റിക്കറങ്ങി നടന്ന് മാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. മാറായിൽ ചെന്നപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനില്ല. അവിടെ ഒരു ചെറിയ ഓലി കണ്ടു. ആ ചെറിയ ഓലിയിൽ നിന്നും അവർ വെള്ളം കുടിച്ചപ്പോൾ ഭയങ്കര കയ്പായിട്ട് അവർക്ക് അനുഭവമായി. ഭയങ്കര കയ്പ്. ഈ കയ്പ് കുടിച്ചപ്പോഴത്തേക്ക് ഇവരെല്ലാം മോശയുടെ നേരെ പിറുപിറുക്കുവാനും വഴക്കുണ്ടാക്കാനും തുടങ്ങി. മോശ അന്നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ അവിടെ ഒരു മരം നിൽക്കുന്നു, ആ മരത്തിൻ്റെ കൊമ്പ് ഇല ഒടിച്ചോണ്ട് വന്ന് ഈ വെള്ളത്തിലിടാൻ പറഞ്ഞു. അങ്ങനെ വെള്ളത്തിലിട്ട് നല്ല സീയായ നല്ല മധുരമായ വെള്ളം, കയ്പായ വെള്ളത്തെ മധുരമാക്കി മാർപ്പെടുത്തി. അവര് സന്തോഷത്തോടെ അവരെല്ലാവരും വെള്ളം കുടിച്ചു. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രിയ മക്കളെ, മാറായെ മധുരമാക്കി തീർത്തത് നമ്മൾ കാണുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അനേക കയ്പായ അനുഭവങ്ങളെ മധുരമാക്കി തീർക്കുവാൻ ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ തന്നെ റൂത്തിന്റെ പുസ്തകത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് നവോമി. റൂത്തിന്റെ പുസ്തകത്തിൽ റൂത്ത് 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. യെഹൂദായിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർത്തു. ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മക്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യെഹൂദായിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. അവർ മോവാബ് ദേശത്ത് എന്ന് അവിടെ താമസിച്ചു. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമേലേക്ക് മരിച്ചു. അവർ മോവാബ് സ്ത്രീകളെ വിവാഹം കഴിച്ചു. പ്രിയ സഹോദര സഹോദരി, നമ്മളെപ്പോഴും താഴെ നിന്നും മേളിലോട്ട് വേണം കയറിപ്പോകാൻ. നമ്മൾ മേളിൽ നിന്നും താഴോട്ട് ഇറങ്ങരുത്. റൂത്തിന്റെ പുസ്തകത്തില് ആ ദേശത്ത്, ബേത്ലഹേം എന്ന ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. വെറും ഈ ഒരു കുടുംബത്തിന് മാത്രമല്ലല്ലോ ക്ഷാമം ഉണ്ടായത്, എല്ലാവർക്കും അവിടെ ക്ഷാമം ഉണ്ടായി. ബേത്ലഹേം എന്ന് പറഞ്ഞാൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദേശമാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ എല്ലാം മധ്യഭാഗത്ത് ജനിച്ചത്. അവിടെയാണ് യേശുക്രിസ്തു ജനിച്ചത്. യേശുക്രിസ്തുവിൻ്റെ നാടാണ് അത്. നല്ല സമൃദ്ധിയായ ദേശം. ഞാനും ആ ദേശം പോയി കണ്ടു. അവിടുന്നെല്ലാം പഴവർഗ്ഗങ്ങളും എല്ലാ ആഹാര സാധനങ്ങളും എല്ലാം കഴിച്ചതാണ്. നല്ല സമൃദ്ധിയായ ദേശമാണ്. ആ ദേശം വിട്ടിട്ട് അവര് മോവാബ് എന്ന് പറഞ്ഞ ദേശത്തേക്ക് പോവുകയാണ്. മോവാബ് എന്ന് പറഞ്ഞാൽ ശാപഗ്രസ്തമായ ദേശമാണ്. ശാപഗ്രസ്തമായ ദേശത്തിലേക്ക്
എലിമലേക്കും നവോമിയും അവരുടെ 2 മക്കളും ആ ദേശത്തേക്ക് പോവുകയാണ്. അവരവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നവോമിയുടെ ഭർത്താവ് മരിച്ചുപോയി. പ്രിയ മക്കളെ, നമ്മൾ ദൈവത്തെ വിട്ട് ഒരിക്കലും പോകരുത്. നിങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വ്യക്തി, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി, ബൈബിൾ അനുസാരമാക്കി ജീവിക്കുന്ന വ്യക്തി, സ്നാനപ്പെട്ട വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തി പെന്തക്കോസ്ത് സഭയിൽ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ടിരുന്നേച്ച് നിങ്ങൾ തിരിച്ച് കാത്തലിക്സ് ചർച്ചിലും CSI ചർച്ചിലും ഒക്കെ പോയതുപോലെയാണ് ഇവരുടെ ജീവിതത്തിൽ ബേഥലഹേം വിട്ട് താഴേക്ക് ഇറങ്ങിപ്പോവാണ് മോവാബ് ദേശത്തേക്ക്. അവർ ദൈവത്തെ വിട്ടതിന് സമമാണ് ഈ കാണുന്നത്. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നവോമിയുടെ ഭർത്താവ് അവൻ മരിച്ചുപോയി. ഈ 2 മക്കളും അവിടെ മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് മൂത്തവന്റെ ഭാര്യയുടെ പേര് ഓർപ്പ, രണ്ടാമത്തെ ഭാര്യയുടെ പേര് റൂത്ത്. 2 പേരും വിവാഹം കഴിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ ആൺമക്കൾ 2 പേരും മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ദുഃഖമായി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ദൈവം എന്നെ ശിക്ഷിച്ചതാണ്, അവൻ്റെ കൈ എൻ്റെ മേലെ വന്നതാണ്. അവൾക്ക് ഭയങ്കര പാപബോധമായിട്ട് അവൾ തിരിച്ച് ബേഥലഹേമിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിച്ച് തൻ്റെ മരുമക്കളെ 2 പേരും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു പോയിക്കോ, നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത് തിരിച്ചു പോയിക്കോ. ഞാൻ ഇനിയും വിവാഹം കഴിച്ച് ഒരു മകൻ ഉണ്ടായാൽ തന്നെയും നിങ്ങൾക്ക് അതുവരെ കാത്തു നിൽക്കാനായിട്ട് ഒക്കത്തില്ല. അത് തന്നെയുമല്ല, ഞാൻ വയസ്സിൽ ചെന്നവളുമാണ്. അവരോട് പറഞ്ഞ ഉടനെ ഓർപ്പ അവൾ അവിടെ ദേശത്തേക്ക്, അവിടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് അവൾ പോയി. അതേസമയം റൂത്ത്, അവൾ എന്ത് പറയുന്നെന്നറിയാവോ? റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യം. അതിന് റൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികം എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, റൂത്ത് അവൾ തിരിച്ചു പോകാനായിട്ട് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അവള് അവിടെ അമ്മായിയമ്മയോട് ചേർന്ന് നിന്നു. നിന്റെ ദൈവം എൻ്റെ ദൈവം. പ്രിയ സഹോദര സഹോദരി, നമ്മൾ ദൈവത്തെ വിട്ട് ഒരിക്കലും നമ്മൾ തിരിച്ചു പോകരുത്. ഇവിടെ അനേക ജനങ്ങൾ ഈ കർണാടക സ്റ്റേറ്റിൽ ദൈവത്തെ കണ്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരെ പ്രാപിച്ച മക്കള് എത്രയോ ജനങ്ങൾ തിരിച്ചു പോകുന്നു. നിങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾക്ക് നടക്കാൻ പയ്യത്തില്ല. കഴിഞ്ഞ ആഴ്ചയിലും ഒരമ്മച്ചി കൊണ്ടുവന്ന് ബൈബിള് കൊണ്ടുവന്ന് തിരിച്ചു തന്നിട്ട് അവര് എൻ്റെ കാലെ വീണ് കരഞ്ഞുകൊണ്ട്, ഞാൻ പറഞ്ഞു എൻ്റെ കാലെ വീഴണ്ട, എന്നോട് നിങ്ങൾ കരഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല, ദൈവത്തോട് കരഞ്ഞോളാൻ പറഞ്ഞ് അവർ തിരിച്ചു പോയി. ഞാൻ അവരോട് എനിക്കറിയാവുന്ന രീതിയിൽ അവരോട് സുവിശേഷം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു വിട്ടു. ദൈവം എല്ലാം കാണുന്നവനാണ്. പിന്നെ ഞാൻ ഒത്തിരി കരയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞത്, നിത്യജീവന് വേണ്ടി ഞാൻ ആരെ നിയമിച്ചിരിക്കുന്നോ അവരെ മാത്രമേ ഞാൻ വിളിച്ച് വേർതിരിക്കത്തുള്ളൂ. നീ കരയണ്ട, നിന്റെ ജോലി നീ ചെയ്തു. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അനേകരോടും സുവിശേഷം പറയുവാനാണ്. ലോകത്തിൻ്റെ അറ്റം വരെയും പോയി സുവിശേഷം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുക. അങ്ങനെ
അവളും കുടുംബവും ബേത്ലഹേം വിട്ടു വന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര കഷ്ടമായി. പ്രിയ സഹോദര സഹോദരി, 50 നമ്മുടെ കീർത്തനം 50:22 എന്നതാ പറയുന്നത്? ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവെപ്പാൻ ആരും ഉണ്ടാകയില്ല. നമ്മൾ ദൈവത്തെ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ദൈവത്തെ വിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കാൻ പോകരുത്. നമ്മൾ ജീവിക്കുന്നെങ്കിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുക, മരിക്കുന്നെങ്കിൽ ദൈവത്തിനു വേണ്ടി മരിക്കുക. ആ രൂത്ത് അങ്ങനെയാണ് തീരുമാനമെടുത്തത്. നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ എവിടെ വസിക്കുന്നോ അവിടെ ഞാൻ വസിക്കും. നീ എവിടെ പാർക്കുന്നോ അവിടെ ഞാൻ പാർക്കും. നീ എവിടെ മരിച്ച് അടക്കപ്പെടുന്നോ അവിടെ ഞാനും അടക്കപ്പെടും. അങ്ങനെയുള്ള ഒരു തീരുമാനമെടുത്ത് അമ്മായിയമ്മയോട് ചേർന്ന് വന്നു. ഈ കാലത്തെ പെൺപിള്ളേർ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഇല്ല. ഭർത്താവ് മരിച്ചു, ഞാൻ എൻ്റെ പാട്ടിന് പോവാണ്, എനിക്ക് വേറെ ആൾക്കാരെ കിട്ടും എന്ന് തീരുമാനിച്ചുകൊണ്ട് പോകും. അവള് അങ്ങനെ ആ അമ്മയുടെ കൂടെ അവർ നടന്ന് ബേത്ലഹേമിൽ ചെന്നു. ബേത്ലഹേമിൽ ചെന്ന സമയത്ത് ജനങ്ങളെല്ലാം തട്ടഹസിച്ചു. കാരണം ഭയങ്കര സന്തോഷമായിരുന്നു ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. നവോമിയെ കുടുംബം അവിടെ നല്ല കുടുംബമായിട്ടാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഇവളെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഉടനെ അവൾ പറയുന്ന വാക്കാണ് രൂത്ത് 1:13 എൻ്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കാൻ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. ഈ മരുമക്കളോട് പറഞ്ഞ കാര്യമാണ്. യഹോവയുടെ കൈ അവർക്ക് വിരോധമായി എന്ന് മനസ്സിലായപ്പോൾ അവൾ യെരുശലേമിലേക്ക് തന്നെ പോകുവാൻ തീരുമാനിച്ചു. യഹോവയുടെ കൈ അവർക്ക് വിരോധമായി എന്ന് കണ്ടപ്പോൾ അവൾ യെരുശലേമിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചു. മരുമക്കളോട് നിങ്ങളുടെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. പിതൃഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. ഓർപ്പ മൂത്ത മരുമകൾ തിരിച്ചു പോയി. ഇളയ മരുമകൾ രൂത്തള് ഈ നവോമിയോട് കൂടെ തന്നെ വന്നു. അവിടെ എല്ലാവർക്കും രൂത്ത് 1:16-17 അവൾ പറയുന്ന വാക്കുകൾ അങ്ങനെ, ദൈവം നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിക്കുവിൻ, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത് ചെയ്തിരിക്കുന്നു. അങ്ങനെ കയ്പായ അനുഭവത്തെ മധുരമാക്കി മാറ്റാൻ ശക്തനാണ് നമ്മുടെ ദൈവം. വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കുറവുകളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുറവുകളെ നമ്മൾ സമ്മതിച്ച് ദൈവസന്നിധിയിലേക്ക് അവൾ അവിടെ കുറവുകളെ സമ്മതിച്ച് അവൾ ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ ദൈവം അവളോട് കരുണ കാണിച്ച് ദൈവം നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ വരികയാണെങ്കിൽ ദൈവം നമ്മളെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. ആത്മീയമായും അനുഗ്രഹിക്കും, ഭൗമികമായും അനുഗ്രഹിക്കും. അതുപോലെ നമുക്ക് നോക്കാം ഈ നവോമിയെ ദൈവം അനുഗ്രഹിച്ചത്. അവൾ അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നേരമേ അവിടെ ഇരുന്നുള്ളൂ. നമ്മുടെ ആൾക്കാരാണെ പറയും, എനിക്ക് ദേശത്തിൽ ആരെയും അറിയത്തില്ല, ഞാൻ എങ്ങും പോകത്തില്ല. അമ്മായിയമ്മയോട് പറഞ്ഞേനെ, അമ്മ ഇത് നിന്റെ ദേശമല്ല, അമ്മേ ഇത് നിങ്ങളുടെ ദേശമല്ലേ, നിങ്ങൾ പോയി ജോലി ചെയ്ത് കൊണ്ടുവന്നാൽ ഞാൻ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കാമെന്ന്. അതേസമയം റൂത്ത് അമ്മായിയമ്മയോട് അങ്ങനെ പറഞ്ഞില്ല. റൂത്ത് വന്ന് സ്വല്പ നേരം കഴിഞ്ഞ ഉടനെ അവൾ അമ്മായിയമ്മയോട് പറയുന്നു, ഞാൻ ജോലി അന്വേഷിച്ച് പോയിട്ട് വരട്ടെ എന്ന്. പോയി വാന്ന് പറഞ്ഞ ഉടനെ അവൾ ഒരു നല്ല തോട്ടത്തിൽ പോയി ജോലിക്ക് കയറി. അവിടെ ആ സമയത്ത് ഗോതമ്പും യവവും കൊയ്യുന്ന സീസണായിരുന്നു. അങ്ങനെ ആൾക്കാർ നിന്ന് കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തുകാരെങ്ങനെയാന്ന് ചോദിച്ചാൽ കൊയ്യുന്നിടത്ത് ഒത്തിരി നെല്ലും ഒത്തിരി ഗോതമ്പും യവവും എല്ലാം നിലത്ത് വീഴും. അത് പെറുക്കാനായിട്ട് ആൾക്കാർ പുറകെ പോകും. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കട്ടപ്പന സൈഡിലൊക്കെ
കാപ്പിത്തോട്ടമാണ്. കാപ്പിത്തോട്ടത്തിൽ കാ പറിക്കുമ്പോൾ ഒരുപാട് കാ നിലത്ത് വീഴും. അത് പെറുക്കാനായിട്ട് ഒരു നിര ആൾക്കാർ ഇങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞതുപോലെ ഇവള് താഴെ വീഴുന്ന എല്ലാം ഗോതമ്പും യവവും ഇങ്ങനെ പെറുക്കി പെറുക്കി പോകാൻ ഉടനെ അങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓണറും അവന് ബോവസ്, അവൻ ആ എലിമലേക്കിൻ്റെ റിലേഷൻ, ഭയങ്കര ധനവാനായ ഒരു വ്യക്തിയാണ്. അവൻ ഭയങ്കര ധനവാനാണ്, നല്ല പേരെടുത്ത വ്യക്തിയാണ്. അവൻ വന്നിട്ട് അവിടെ സ്ത്രീകളെല്ലാം ജോലി ചെയ്യുമ്പോൾ ആ ജോലി നോക്കാനായിട്ട് ഒരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനോട് ചോദിച്ചു ഇവൾ ആരാണെന്ന്. ഉടനെ പറയുന്നു നമ്മുടെ നവോമിയുടെ കൂടെ വന്ന വ്യക്തിയാണ്, മോവാബ് ദേശത്തുനിന്ന് വന്ന വ്യക്തിയാണ്, അവിടെ പേര് റൂത്ത് എന്നാണെന്ന്. ഉടനെ അവനും ഭയങ്കര സന്തോഷമായി. അവരുടെ ജോലിക്കാരോടെല്ലാവരും പറഞ്ഞു അവളെ ശല്യം ചെയ്യരുത്, അവൾ നിന്ന് പെറുക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉച്ചക്ക് ഊണിൻ്റെ സമയമായപ്പോൾ ഇവൾ ആഹാരമൊന്നും കൊണ്ടുപോകാൻ അവരുടെ വീട്ടിൽ ആഹാരമൊന്നുമില്ല. ഉടനെ ജോലിക്കാരെല്ലാം കൂടെ കൂടിയിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ബോവസ് അവരോട് പറഞ്ഞില്ല, റൂത്തിനും ആഹാരം കൊടുക്കാൻ പറഞ്ഞു. അവളും അവരുടെ കൂടെ പോയിരുന്ന് ആഹാരം കഴിച്ച് ബാക്കി ശേഷിച്ചത് അവിടെ അമ്മായിയമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവളോട് ചോദിച്ചു നീ ഇന്ന് എവിടെയാണ് ജോലിക്ക് പോയെന്ന്. ഉടനെ അവൾ പറയുന്നു ഞാൻ ബോവസ് എന്ന് പറഞ്ഞ ആളിൻ്റെ തോട്ടത്തിലാണ് ജോലി ചെയ്തത്. ഉടനെ അമ്മായിയമ്മ അവളോട് പറയാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് അവന്, എലിമലേക്കിൻ്റെ റിലേഷനാണ്, നമുക്ക് കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ് അവനെന്ന് പറയുന്ന സമയത്ത് ഇനിയും നിങ്ങൾ കൊയ്ത്തുകാലം തീരുന്നത് വരെയും നീ അവിടെ പോയി കൊയ്തോളാനായിട്ട് പെറുക്കിക്കൊള്ളാനായിട്ട് അമ്മായിയമ്മയും അനുവാദം കൊടുത്തു. അതുപോലെ തന്നെ ബോവസും അവൾക്ക് അനുമാനം കൊടുത്തു. റൂത്ത് 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ബോവസ് റൂത്തിനോട് പറഞ്ഞ വാക്കാണ്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ചിറകടിയിലാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവള് ദൈവത്തിൻ്റെ ചിറകടിയിലാണ് വന്നതെന്ന് ബോവസ് അവളോട് പറയുകയാണ്. അവൾ ദൈവത്തെ ആശ്രയിച്ചാണ് വന്നിരിക്കുന്നത്. അവിടെ സ്വന്തം പിതൃദേശവും അവിടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവിടെ ദേവന്മാരെയും വിട്ടിട്ട് നമ്മുടെ കർത്താവായ ദൈവത്തെ അവൾ ആശ്രയിച്ചാണ് ആ ദേശത്ത് വന്നിരിക്കുന്നത്. അതിനാണ് ബോവസ് അങ്ങനെ പറഞ്ഞത്. ബോവസ് അവൾ യഹോവയിൽ ആശ്രയിച്ച് വന്നുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് വീണ്ടെടുക്കുവാൻ അവൻ യോഗ്യതയുള്ളവൻ ആയിരുന്നത് കൊണ്ട്, അവളെ വീണ്ടെടുക്കുവാൻ യോഗ്യതയുള്ളവൻ ആയിരുന്നത് കൊണ്ട് അവളെ വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, കർത്താവായി യേശു ക്രിസ്തു നിഴലാണ്, യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ് ബോവസ് അവളെ വീണ്ടെടുക്കുവാൻ അവൾ യോഗ്യതയുള്ളവളാണെന്ന് അവന് ബോധ്യമായി. കാരണം അവിടെയുള്ള ജോലിക്കാരെല്ലാം അവളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആരോടും ഒരു വഴക്കിനോ മല്ലിനോ കുശുമ്പിനോ കുഞ്ഞായ്മയ്ക്കോ ചാടി പറയാനോ ഒന്നിനും അവൾ പോയില്ല. അവള് നല്ല ഒരു പെൺകുട്ടിയായിട്ടാണ് അവൾ അവിടെ ജോലി ചെയ്തത്. അവൾ ചെയ്തത്. പ്രിയ സഹോദര സഹോദരി, നമ്മൾ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കണം. അവൻ്റെ ചിറകടിയിൽ നമ്മളെ ഓരോരുത്തരെയും പരിപാലിച്ചിരിക്കുകയാണ്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ചിറകടിയിൽ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിങ്കൽ നമ്മൾ എടുക്കപ്പെടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവളെ റൂത്തിനെ വീണ്ടെടുക്കുവാനായിട്ട് ഇവൻ തീരുമാനിച്ച് അവൾ യോഗ്യതയുള്ളവളായിരുന്നത് കൊണ്ട് അവളെ വീണ്ടെടുത്തു. തൻ്റെ ഭാര്യയായി അവൻ സ്വീകരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ റൂത്തിനെ അവൾ വീണ്ടെടുത്തത് കാരണം അവൾക്ക് ഒരു മകൻ ജനിച്ചു. ആ മകനെ
ഈ മാറ എന്ന് വിളിക്കാൻ പറഞ്ഞ നവോമി ഈ മകനെ മടിയിൽ കിടത്തി താലോലിച്ച് അവന് ഒബേദ് എന്ന് പേരിട്ടു. ഒബേദ് എന്ന് പറഞ്ഞാല് ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ വംശത്തിലാണ് യേശു ജനിച്ചത്. യേശു ജനിച്ചത് കൊണ്ട് ഈ മാറ എന്ന് വിളിക്കാൻ പറഞ്ഞ നവോമി ഒരു രീതിയിൽ പറഞ്ഞാൽ യേശുവിൻ്റെ വല്യമ്മയാകുവാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടി? ഭാഗ്യം നവോമിക്ക് ലഭിച്ചു. നവോമിക്ക് ലഭിച്ചു. അങ്ങനെ കയ്പായ ജീവിതത്തെ സന്തോഷമായ ജീവിതമാക്കി ദൈവം മാറ്റി. അവിടെ ജീവിതത്തിൽ അനേക കയ്പായ അനുഭവം അവിടെ ജീവിതത്തിൽ വന്നു. അവിടെ ഭർത്താവ് മരിച്ചുപോയി. അവർക്ക് 2 ആൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നത് മരിച്ചുപോയി. മൂത്ത മരുമോള് തിരിച്ച് അവരുടെ ദേവന്മാരുടെ അടുത്തും അവരുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്തും തിരിച്ചുപോയി. പിന്നെ ഒരു മരുമകള് വന്നതുകൊണ്ട് ഇവളോട് പറ്റിച്ചേർന്ന് അവൾ നടന്ന് അവിടെ വീട്ടിൽ താമസിച്ചതുകൊണ്ട് ദൈവം കയ്പായ ജീവിതത്തെ സന്തോഷമായ ജീവിതമാക്കി ദൈവം മാറ്റി. അങ്ങനെ നമ്മൾ ദൈവത്തോട് അടുക്കുകയാണെങ്കിൽ, നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിച്ചാൽ നമ്മുടെ കയ്പായ അനുഭവത്തിൽ നിന്നും ദൈവം എങ്ങനെ മാറ്റും? മധുരമാക്കി മാറ്റും. നമ്മൾ ഓരോരുത്തരും ദൈവം വരുന്ന സമയം അടുത്തിരിക്കുകയാണ്. നമ്മൾ പോകാൻ റെഡിയുള്ളവരാണോ? റെഡി ആയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ റെഡി ആയിരിക്കണം. കാരണം 1 തെസ്സലോനി 4-ാം അധ്യായം 16-17 വാക്യം, 16-17 വാക്യത്തിനകത്ത് നമ്മൾ അതുപോലെ ജീവിക്കുന്നുണ്ടോ? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിനോടുകൂടെ പോകുവാൻ റെഡിയുള്ളവരാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കുക. അങ്ങനെ റെഡിയാകാത്തവർ ഇന്ന് തന്നെ റെഡി ആയിക്കോണം. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തു വരുന്ന സമയം അടുത്തിരിക്കുകയാണ്. രൂത്തിനെ ബോവസ് വീണ്ടെടുത്തതുപോലെ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുക്കുവാനായിട്ട് വരുന്ന സമയം അടുത്തിരിക്കുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു സാക്ഷി പറയുവാൻ ആഗ്രഹിക്കുന്നു. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. ആരാധിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു. 3 പേര് ഒരുപോലെ നിലത്തടിച്ച് വീണ് 3 വശത്തോട്ട്. അയ്യോപ്പാ, കാണേണ്ടിയ കാഴ്ചയായിരുന്നു. ഒരാള് ഒരുമാതിരി പാമ്പിൻ്റെ രൂപത്തിൽ ഇത് ചെയ്തു. അതിൽ ഒരു വ്യക്തി, ഞാൻ അവിടോട്ട് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണാണ്. അതിന് ആഹാരം ഒന്നും കഴിക്കാൻ മേല, അതിന് ഉറക്കമില്ല. ആ കൊച്ച് സ്കൂളിൽ പോയിട്ട് 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. ആ കുട്ടി സ്കൂളിൽ പോയിട്ട് ഒരു 10-15 ദിവസമായെന്ന് പറയുന്നു. അവരവരെ ആ പെൺകുട്ടിയെ കൊണ്ട് പോകാത്ത ദേശമൊന്നുമില്ല. എല്ലായിടത്തും പോയി മടുത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടോട്ട് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞുകൊണ്ട് അതെന്നെ കണ്ട ഉടനെ അതിൻ്റെ ശരീരത്ത് കിടന്ന വേല് എടുത്ത് വലിച്ചൊരേറെറിഞ്ഞു. എറിഞ്ഞിട്ട് അങ്ങോട്ട് കാലിൻ്റെ മേലെ കാലും അങ്ങോട്ട് വെച്ചിട്ട് എന്നെ നോക്കിക്കൊണ്ട് ശൂളം കുത്താൻ തുടങ്ങി. ഏയ്, നീ എന്നെ നോക്കി ശൂളം കുത്തുന്നു, എൻ്റെ യേശുവിനെ ഒന്ന് നോക്കാൻ പറഞ്ഞു. യേശുവിനെ നോക്കാൻ പറഞ്ഞ ഉടനെ തല കുനിച്ചു വന്നു. ഞാൻ പിന്നെയും പറഞ്ഞു, ധൈര്യമുണ്ട്, നീ യേശുവിനെ ഒന്ന് നോക്കി ചൂളം കുത്താൻ പറഞ്ഞു. നോക്കുന്നില്ല. മുട്ടുമേൽ നിൽക്കാൻ പറഞ്ഞു. മുട്ടുമേൽ നിന്നു. മേളിലോട്ട് കൈ ഉയർത്താൻ പറഞ്ഞു. ഉയർത്തത്തില്ല. ഞാൻ ശരിക്ക് പറഞ്ഞു, മര്യാദയ്ക്ക് കൈ ഉയർത്തിക്കും, അല്ലെ നിന്നെ കത്തിച്ചിപ്പം കളയുമെന്ന് പറഞ്ഞു. കത്തിക്കണോ പോണോന്ന് ചോദിച്ചു. പൊക്കോളാമേന്ന് പറഞ്ഞു. അങ്ങനെ അവള് 2 കൈകൾ ഉയർത്തി കൂപ്പിപ്പിടിച്ച് 3 പ്രാവശ്യം നിലത്തടിച്ച് ഞാൻ പൊക്കോളാമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം നിലത്തടിച്ച്, ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല, ഞാൻ പൊക്കോളാമെന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങനെ അവിടെ ശരീരത്തിൽ നിന്നും ആ സാത്താൻ വിട്ടുപോയി.
പിന്നെ 2 പേരുണ്ടായിരുന്നു. ആ 2 പേരുടെ ശരീരത്തിൽ നിന്നും സാത്താനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് അവർ 3 പേരും നല്ല സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ സഭയിൽ നിന്നും പോയി. ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ദൈവം രക്ഷിച്ചു വിടുന്നത്. പക്ഷേ ആർക്കും ദൈവം വേണ്ട. എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ദിവസവും ഇങ്ങനെ സാത്താനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരം വയ്ക്കുക. ഒരു കരം മേളിലോട്ട് ഉയർത്തുക. മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന മക്കളുമായിട്ട് ഇതിൻ്റെ അടുത്ത് വരുന്നപ്പാ, നീ അനുഗ്രഹിക്കണമേ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഒരിക്കലും നിശ്ചയമാൻ നീ സമ്മതിക്കല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ വരുന്ന സമയം അടുത്തല്ല കർത്താവേ. ഞങ്ങൾ ഏത് സമയത്ത് വന്നാലും കർത്താവേ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരാകി കർത്താവേ അപ്പാ, പരിശുദ്ധതയോടെ കറ ചുളുക്കം മാലിന്യം ഒന്നുമില്ലാതെ പരിശുദ്ധരോടെ ജീവിക്കുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ അപ്പാ. ഞങ്ങൾ ഓരോരുത്തരും നിന്റെ പാദപിടുത്തങ്ങൾ താണിരിക്കുന്ന മക്കളാക്കി തീർക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്ന മക്കളാക്കി തീർക്കണമേ അപ്പച്ച. എത്രയോ ജനങ്ങൾ ശാന്തിയില്ല, സമാധാനമില്ല, സന്തോഷമില്ലാതെ കഴിയുന്നപ്പ കർത്താവെ. ഐസിയുലും വെന്റിലേറ്ററിലും എത്രയോ ജനങ്ങൾ കഴിയുന്നപ്പ. കാൻസർ പേഷ്യൻറ്റിനോട് നീ ഇടപെടണമേ. പാരാലിസിസ് പേഷ്യൻറ്റിനോട് നീ ഇടപെടണമേ അപ്പ. ഹാർട്ട് പേഷ്യൻറ്റിനോട് നീ ഇടപെടണമേ അപ്പ. ട്യൂമറായി എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ. അവരെ നീ ഇപ്പോൾ തന്നെ മുട്ടണമേ. പരിശുദ്ധാത്മനെ ഇപ്പോൾ തന്നെ നിന്റെ കരം മുട്ടണമേ. നിന്റെ കരം മുട്ടണമേ കർത്താവേ. ഈ നിമിഷമേ യേശുക്രിസ്തുവിൻ നാമത്തിൽ അവരുടെ ശരീരത്തിലുള്ള എല്ലാ ബാധകളും, എല്ലാ നോവുകളും, എല്ലാ പൈശാചക്തികളും, എല്ലാ ശാപതകെട്ടുകളും, എല്ലാ കൂടോത്രങ്ങളും, എല്ലാ നേർച്ച കാഴ്ചകളും യേശുക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ കർത്താവേ. നിന്റെ അത്ഭുതകരം, നിന്റെ സ്വർഗീയകരം ഇപ്പോൾ തന്നെ തുടരണമേ. ഈ നിമിഷമേ തുടരണമേ കർത്താവേ. കൈവിടല്ലപ്പാ. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ, എല്ലാ അച്ഛന്മാരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. ഒരുത്തർ പോലും നാശമായി പോവാൻ നീ വിടല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ വിടല്ലപ്പാ കർത്താവേ. ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ജീവിക്കുവാന്, മരിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി മരിക്കുവാന് തീരുമാനമെടുക്കുവാൻ നീ ഇടയാക്കണമേ. എല്ലാ യൗവനസ്ഥ മക്കളെ ഹൃദയത്തോട് നീ ഇടപെടണമേ. യൗവന മോൾക്കൂട് ഓടിപ്പോവാൻ നീ വിടല്ലപ്പാ. യഥാർത്ഥമായി ക്രിസ്തുവിന്റെ മുഖം നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ അപ്പാ നീ സഹായിക്കണമേ കർത്താവേ. നീ കൈവിടല്ലപ്പാ. വീട് പണി പൂർത്തിയാക്കാത്തവരുടെ വീട് പണി പൂർത്തിയാക്കണമേ. വിവാഹം നടക്കാത്ത മക്കളുടെ വിവാഹം നടത്തി കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ കർത്താവേ. എത്രയോ ജനങ്ങൾ ഏതെല്ലാം വിധത്തിൽ കഷ്ടപ്പെടുന്നപ്പാ. നീ അവരോട് ഇടപെടണമേ, ഇടപെടണമേ അപ്പാ. ആവശ്യഭാരമായി വരുന്നവരെ നീ ഒരിക്കലും തള്ളിവിടുന്ന ദൈവമല്ലപ്പാ കർത്താവെ. കൈപ്പായ ഹൃദയത്തെ അപ്പാ ആക്കി മാറ്റുന്ന ദൈവമാണ് നീ കർത്താവേ. അപ്പാ നീ അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. നീ കൈവിടല്ലപ്പാ. ഒരിക്കലും നെച്ചുവാൻ നീ സമ്മതിക്കല്ലപ്പാ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ. സാലോബന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ ഓർക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. പ്രൈസ്.